വെൽക്കം ടു ലൂങ്സ് മീഡിയ. ലൂങ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ റഫീഖ് റാഫി, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷണർ കോച്ച്, ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി. ഇപ്പോൾ ഇന്ന് നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ തുടങ്ങുകയാണ്. ട്രെയിനിങ് സെക്ഷനിൽ നമ്മൾ ഇന്ന് ഫങ്ഷണൽ ട്രെയിനിങ് ആണ് കൂടുതലായി ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ ട്രെയിനിങ് തന്നെയാണ് ഇന്നും ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അതിനായി ഫങ്ഷണൽ ട്രെയിനിങ്ങുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കാഫ് റേസ് വാക്കിന് ഉപയോഗിക്കുന്ന നമ്മുടെ ടയറാണിത്. റോളർ വാക്കിന് നമ്മൾ ഹാഫ് സ്കോട്ട് റോളർ വാക്കിന് നമ്മൾ ഉപയോഗിച്ച റോളർ മെഷീനാണിത്. ബൾഗേറിയൻ സ്പ്ലിറ്റ് ലഞ്ചസ്, നോർമൽ സ്പ്ലിറ്റ് ലഞ്ചസ്, ഇതിൽ രണ്ടിനായിട്ട് ഉപയോഗിച്ച എയറോബിക് സ്റ്റെപ്പാണിത്. നമ്മൾ ടയർ സ്കോട്ടിന് ഉപയോഗിച്ച JCBയുടെ ടയറാണ് നിലവിൽ കാണുന്നത്. ബാർബൽ ഫെൽ സ്കോട്ടിന് ഉപയോഗിച്ച ടയറാണിത്. രണ്ട് ആംഗിളിലായിട്ട് ബാലൻസിന് വേണ്ടി രണ്ട് ആംഗിളിലായിട്ടാണ് നമ്മൾ ചവിട്ടുന്നത്. ബാർബൽ ഫെൽ സ്കോട്ടിന് ഉപയോഗിച്ച ഡിസ്ക് വെയിറ്റ് പ്ലേറ്റുകൾ ബാർബിൽ. ഫോർ ഹെഡ് ടയർ സ്കോട്ടിന് ഉപയോഗിച്ച ടയറാണിത്. ഏകദേശം എൻ്റെ നീളം എത്രയും വരുന്ന ഒരു ടയറാണ്. നമുക്ക് വർക്കൗട്ട് രൂപം എങ്ങനെയെന്ന് നോക്കാം. ഇതൊരു സർക്യൂട്ട് ട്രെയിനിങ് എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോർമൽ സ്കോട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാമപ്പ് എന്ന സെക്ഷൻ എന്ന രീതിയിൽ നോർമൽ സ്കോട്ട് ചെയ്യുമ്പോൾ ടോയുടെ ഫ്രണ്ടിലേക്ക് നീ വരാതെ സ്കോട്ട് ചെയ്യണം. നോർമൽ പ്രോപ്പർ ചാനലിൽ സ്കോട്ട് ചെയ്യാം. 30 സ്കോട്ട് കഴിഞ്ഞ് നേരെ ഒരു ടയറിൽ ഇൻവോൾവ് ചെയ്യണം. കാഫ് റൈസ് ചെയ്ത് ടോ റൈസ് ചെയ്ത് വാക്ക് ആ സർക്യൂട്ട് വരെ പോയിട്ട് റിട്ടേൺ വരണം. ഈ 20 മീറ്ററാണ് നമ്മൾ ഈ കാഫ് റൈസിൽ ലോഡ് ചെയ്ത് നടക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഹൈനിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഈ 40 മീറ്റർ ഹൈനീസിന് ശേഷം ഡക്ക് വാക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള 20 മീറ്റർ ഡക്ക് വാക്ക്. ഇനിയുള്ളൊരു 5 മീറ്റർ ഒന്ന് വാം ഡൗൺ ആണ്, ചെറിയൊരു വാം ഡൗൺ. ഒന്ന് റിലാക്സ് ആവാം. അതിനുശേഷം നേരെ നമ്മുടെ റോളർ എത്തിക്കുക. ഹാഫ് സ്കോട്ട് റോളർ റണ്ണിങ്. ഹാഫ് സ്കോട്ടിലിരിക്കുന്നു. സ്പൈൻ 90 ഡിഗ്രി ആയിരിക്കണം. ഗ്ലൂട്ട് സ്ട്രിംഗ് ലോഡ് ചെയ്യുക, ഹാം സ്ട്രിംഗ് ലോഡ് ചെയ്യുക. ഓക്കെ, റോൾ. ഓക്കെ, അടുത്ത് നമ്മൾ ബൾഗേറിയൻ ലഞ്ചസ് ആൻഡ് നോർമൽ ലഞ്ചസ് ചെയ്യാൻ പോകുന്നത്. ബൾഗേറിയൻ ലഞ്ചസ് ആണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്പ്ലിറ്റ് ബൾഗേറിയൻ ലഞ്ചസ്. ഓക്കെ, normal split lunges. അപ്പോൾ നമ്മൾ 20 സെറ്റ് ബൾഗേറിയൻ ലഞ്ചസ്, നോർമൽ സ്പ്ലിറ്റ് ലഞ്ചസ് ഇത് രണ്ടും ചെയ്തു. ഇതിൻ്റെ ഒരു 5 മീറ്റർ ജസ്റ്റ് ഒരു വാക്കിംഗ് ആണ്. ആ വാക്കിങ്ങിന് ശേഷം നമ്മൾ നേരെ സ്കോട്ട് ടയറിലേക്ക് പോകുന്നു. സ്കോട്ടർ ഹോൾഡ് ചെയ്യേണ്ട രീതിയിലാണ്. ലോവർ ബാക്ക്, ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ്, ഈ രണ്ട് മസിൽ തന്നെ വീണ്ടും ഫോക്കസ് ചെയ്യുന്നു. ഹാൻഡ് ഗ്രിപ്പ് ഇതിൽ തന്നെ പിടിക്കുക. നേരെ പമ്പ് ചെയ്യാം. ഓക്കെ, 1 2 3 4. നമ്മൾ ബാർബൽ ഫ്രണ്ട് സ്കോട്ടാണ്. ഫ്രണ്ട് സ്കോട്ടിൽ ബാർബൽ ഫ്രണ്ട് സ്കോട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി
ടയർ ഇട്ടിട്ടുണ്ട്. ടയർ കയറി നിന്നാണ് സ്കോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി വേണ്ടി അറ്റൻഡ് ചെയ്ത ബാർബൽ ഫ്രണ്ട് സ്കോട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ജമ്പിങ് സ്കോട്ടാണ് ചെയ്യുന്നത്. അടുത്തായി ചെയ്യാൻ പോകുന്നത് ഓവർ ഹെഡ് സ്കോട്ടാണ്. ഓവർ ഹെഡ് സ്കോട്ടിന് നമ്മൾ വീണ്ടും ടയർ തന്നെ ഉപയോഗിക്കുന്നത്. ഇന്ന് മൊത്തം 8 സ്റ്റേഷനുകളായിട്ട് 10 ടൈപ്പ് വർക്കൗട്ടുകളാണ് നമ്മുടെ ലൂങ്സ് കിട്ടാൻ സ്റ്റുഡൻസിന് ചെയ്യാൻ പോകുന്നത്. ഈ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇഞ്ചുറികളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ഇഞ്ചുറി രക്ഷപ്പെടാനും ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ഇത് ആർക്കും ആയാസകരം ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ മാത്രമല്ല, ഹൈലി ഇൻറ്റൻസിറ്റിയാണ് ഈ വർക്കൗട്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഷെഡ്യൂൾ പക്ഷേ നമ്മൾ സെർക്യൂട്ട് ട്രെയിനിങ്ങോടെ ചെയ്തത് ആക്ടിവിറ്റി കൂട്ടാനും സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ്. ഇതാണ് ഇന്നത്തെ ഫങ്ഷണൽ ട്രെയിനിങ് വർക്കൗട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, താങ്ക്സ്.